ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നും ചെയ്യാറുള്ള പോലെ 5-6 വാക്കുകളൊക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും അതിൻ്റെ മലയാളം മീനിങ് അങ്ങനെ പറഞ്ഞു പോകലാണ് പതിവ്. അപ്പോൾ നമുക്ക് ഇന്നും ആ ഒരു രീതിയിൽ ഒരു 5-6 വാക്കുകൾ നമുക്ക് നമ്മളിപ്പോൾ 5 വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഇംഗ്ലീഷ് വാക്കുകളും അതിൻ്റെ മീനിങ്ങും അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കിയാലോ. ഫ്ലോറ എന്നാണ് ആദ്യത്തെ വാക്കിൻ്റെ പേര്. ഫ്ലോറ എന്താണ്? ഒരു പ്രത്യേക പ്രദേശത്തിലെ സസ്യസമൂഹത്തിനെ പറയുന്ന പേരാണ് ഫ്ലോറ. ഫ്ലോറ ആൻഡ് ഫോണ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അത് മിക്കുള്ള BA-യിലും അങ്ങനെയൊക്കെ ബോട്ടണിയൊക്കെ പഠിക്കുന്നവരും മിക്കുള്ളവരും ഇതൊക്കെ സ്ഥിരം കേൾക്കുന്ന വാക്കാണ്. ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്തിലെ സസ്യസമൂഹത്തിനെ പറയുന്ന പേരാണ് ഫ്ലോറ. ഇനി ഫ്ലോറസെൻസ് എന്തിനാണ്? ഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ മുട്ടിടൽ, പൂക്കാലം എന്ന് പറയുമ്പം ഒരു പൂവിനെ സംബന്ധിച്ച് പറയുന്നതാണ്. പൂ മുട്ടിടുന്നതിനെ അല്ലെങ്കിൽ പൂക്കാലം സംഭവിക്കുന്നതിനെ. ഇനി അതുമല്ലെങ്കിൽ വിജയത്തിൻ്റെയോ നേട്ടത്തിൻ്റെയോ കാലഘട്ടത്തെക്കുറിച്ച് പറയാനായിട്ട് ഫ്ലോറസെൻസ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത വാക്ക് നോക്കിയാലോ. ഫ്ലോറികൾച്ചർ. ഇത് PSCയിൽ പഠിക്കുന്ന അങ്ങനെയൊക്കെ ചോദിക്കാറുള്ള വാക്കാണ്. പൂച്ചെടി വളർത്തൽ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഫ്ലോറികൾച്ചർ പൂ വളർത്തൽ, പൂച്ചെടി വളർത്തൽ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണിത്. ഇനി ഫ്ലോസ് എന്താണ്? ഫ്ലോസ് എന്ന് പറയുന്ന ഒരു പട്ടുനൂൽ പുഴുക്കൂടിൻ്റെ പരുത്ത പുറം നാരുകളെ പറയുന്നതാണ് ഫ്ലോസ് എന്ന വാക്ക്. ഇതിൽ നിന്ന് നെയ്തെടുക്കുന്ന പട്ടിനെ പറയുന്ന പേരും ഫ്ലോസ് എന്നാണ്. ഇനി ഫ്ലോട്ടില്ല എന്താണ്? ഒരു ചെറു കപ്പൽ പടയോ കപ്പൽ വ്യൂഹത്തിനോ പറയുന്ന പേരാണ് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന വാക്ക്. ഈ പറഞ്ഞ വാക്കുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.